എല്ലാവർക്കും നമസ്കാരം. ജീവിക്കാൻ മറന്നു പോകുന്നവരുടെ എണ്ണം വല്ലാതെ പെരുകുന്ന കാലമാണിത്. എന്തിനോ വേണ്ടി പരക്കം പായുന്നു, ഒന്നും നേടാതെ മടങ്ങുന്നു. സംതൃപ്തി തെല്ലുമില്ലാത്ത ജീവിതങ്ങൾ പെരുകുകയാണ്. ഡോളി പാർട്ടൺ എഴുതുന്നു, നെവർ ഗെറ്റ് സോ ബിസി മേക്കിംഗ് എ ലിവിങ് ദാറ്റ് യു ഫോർഗെറ്റ് ടു മേക്ക് എ ലൈഫ്. ഒരു തിരക്കും ഒരു ജീവിതവും പണിയുന്നില്ല. തിരക്കിന്റെ ലോകത്ത് നമ്മൾ മറന്നു പോകുന്നത് ജീവിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീവിക്കാനായി കുറെ സമയം നമ്മൾ നീക്കിവെച്ചേ മതിയാകൂ. സോക്രട്ടീസ് മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ബിവെയർ ദ ബാരൻനെസ് ഓഫ് എ ബിസി ലൈഫ്. ജനങ്ങളെ, നിങ്ങൾ ഉണർന്നിരിക്കണം. എന്തിനെ പറ്റിയാണെന്നറിയാമോ? തിരക്ക് പിടിച്ച ജീവിതം, ഹെക്ടിക് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് തരുന്ന ശൂന്യതയെ പറ്റി. കുറെ നേരം നമുക്ക് വേണ്ടി, നമ്മുടെ ബന്ധങ്ങൾക്ക് വേണ്ടി ഒക്കെ മാറ്റിവെച്ച മതിയാകും. മഹാത്മാഗാന്ധി കുറിക്കുന്നുണ്ട്, there is more to life than increasing its speed. ജീവിതത്തിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ജീവിക്കാൻ ശീലിക്കൂ. ഒരുമിച്ചിരുന്ന കുടുംബജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നേരം മാറ്റിവെക്കണം. എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷിപ്പാൻ ഒരിത്തിരി നേരം മാറ്റിവെക്കണം. കുറച്ചു നേരം വർത്തമാനം പറയാൻ വേണ്ടി മാറ്റിവെക്കണം. കുറച്ചു നേരം ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ നേരം മാറ്റിവെക്കണം. ഇത്തിരി നേരം ഒറ്റയ്ക്കിരിക്കാനും നേരം മാറ്റിവെക്കണം. ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഓടിയിട്ട് എന്താണ് കാര്യം? കർത്താവ് തന്ന ജീവിതം ജീവിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 24-ാം വാക്യം, ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയവേലയ്ക്ക് പോകേണ്ടി വരും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഈ ജീവിതത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ മഹാദാനമാണിത്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. തിരക്കുകൾ ഈ ജീവിതത്തിലുണ്ട്. പക്ഷെ ആ തിരക്കിന്റെ നടുവിലും ഒരിത്തിരി നേരം പ്രാർത്ഥിക്കുവാനും വർത്തമാനം പറയുവാനും യാത്ര ചെയ്യുവാനും നന്മയ്ക്കായി ഉപയോഗിക്കാനും ദൈവമേ വിനിയോഗിക്കാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് പകരണമേ. പലപ്പോഴും ജീവിക്കാൻ മറന്നുപോയി ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താതെ മടങ്ങിപ്പോകുന്നവരായി ഞങ്ങൾ തീരരുതേ. ദൈവകൃപയുടെ ചിറകിൻ മറവിൽ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുറവുകളെ പോകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.